ഹായ് ഗൈസ്, ഹൗ യു ഡൂയിങ്? ഹായ് പറഞ്ഞു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്. ഹെയർ കട്ട്, പിന്നെ കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി എത്തി. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ഉള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ടോ. എന്തായാലും മുടി കട്ട് ചെയ്തു ഞാൻ. അപ്പോൾ മുടി കട്ട് ചെയ്തതും ഷോപ്പിങ്ങിന് പോയതും ഒക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? അപ്പം നമുക്ക് ഈ വ്ളോഗ് തുടങ്ങാം അല്ലേ? ഞങ്ങൾ ആദ്യം തന്നെ പോയത് കോൺവോൾ സെൻട്രൽ മോളിലേക്കാണ്. അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ലൈറ്റ് കളേഴ്സാണ്. ഇപ്പോൾ ലൈറ്റ് കളേഴ്സാണ് ട്രെൻഡിൻ്റെ മാത്രമല്ല, നമ്മൾ ആ ലൈറ്റ് കളേഴ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെ വരും. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ട്രയൽ റൂമിൽ പോയി ഒന്നിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഗ്രേ കളറുള്ളൊരു സ്വെറ്റ് ടോപ്പാണ്. തിരക്കേടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്വെറ്റ് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റൈൽ ഞാൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഞാനൊരു ക്രീം കളർ ഹുഡിയാണ് എടുത്തത്. ഇതും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, നമ്മളിത് എടുക്കുന്നു. പിന്നെ ഞാൻ എടുത്തത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കറിയാലോ. പിന്നെ എൻ്റെ സ്റ്റൈൽസൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്ക്. ഇച്ചായനും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ കുറേയൊന്നും അങ്ങ് സെറ്റായില്ല. പൊതുവെ ആണുങ്ങൾക്ക് സെലക്ഷൻ വളരെ കുറവായിരുന്നു ഈ കടയിൽ. പെണ്ണുങ്ങൾക്കാണെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ മാക്സിമം അവളെ കാർ സീറ്റിൽ തന്നെ ഇരുത്താനാണ് നമ്മൾ നോക്കിയത്. കാരണം അതാണ് അവർക്ക് സേഫും, അതാണ് നല്ലതും. കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു ആള്, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് സെഫോറയിലേക്കാണ്. എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാം. എനിക്കിത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൈനും കൊച്ചും വെറുതെ പോസ്റ്റ് അടിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവർ പുറത്ത് തന്നെയാണ് ഇരുന്നത്. പിന്നെ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഷോപ്പിങ്ങിന് പോയാലും ഒരു മടിയും കൂടാതെ ഒരു കംപ്ലൈൻറ്റും പറയാതിരിക്കുന്ന ഒരാളാണ് എൻ്റെ കെട്ടിയവൻ. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പോൾ ബാക്ക് ടു ലിപ്സ്റ്റിക്. ഇതാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത ഷെയ്ഡ്. ഷാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോപ്പ് മീഡിയമാണ്. സെക്കൻഡ് വൺ ഇതും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ രണ്ടാമത്തെ ഷെയ്ഡാണ്. ആദ്യം ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ബ്രൈറ്റ് റെഡ് ആയാലോ, ഒത്തിരി ബ്രൈറ്റ് അല്ല എന്നാൽ കുഴപ്പവും ഇല്ലാത്തൊരു ഷെയ്ഡ്. ആണോ? ഞാൻ സെഫോറയിൽ നിന്നൊരു ലിപ്സ്റ്റിക്ക് വാങ്ങി ഗൈസ്. ഏത് ലിപ്സ്റ്റിക് ബ്രാൻഡ് ആയിരിക്കും ഒന്ന് ഗസ് ചെയ്യേ. കറക്റ്റായിട്ട് മനസ്സിലായേ. ഞാൻ വേറെ ഏതെല്ലാം മേടിക്കായിരുന്നു, ഡിയോർ വരെ കാണിക്കും. ഞാൻ ഡിയോർ പക്ഷെ നോക്കിയതാ, പക്ഷെ എനിക്ക് ഡിയോർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറെ ലിപ്സ്റ്റിക്ക് നോക്കിയേ, എന്നിട്ട് എല്ലാം കറങ്ങി തിരിഞ്ഞ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്? അല്ലാണോ? അതാ എടുത്തേക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ലിപ്സ്റ്റിക്കാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. ആദ്യം ഇതിൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ രസമായില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതെടുക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? അമ്മയുടെ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടോടാ? അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസിലാണ്. ഒരു ബബിൾ ടീ കട. ഇതിൻ്റെ പേര് ഗോങ്ച എന്നാണ്. ഇവിടെ ഒരു അടിപൊളി ഒരു ബബിൾ ടീ ഫ്ലേവർ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത തവണ പോകുമ്പോൾ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് സ്ട്രോബെറി കോക്കനട്ട് മിൽക്ക് ടീ വിത്ത് കോക്കനട്ട് ജെല്ലീസ്. അപ്പോൾ ഇവിടുത്തെ അൽക്കുലത്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരത്തേക്ക് നമ്മുടെ കുഞ്ഞും അവിടെ ഉറങ്ങിപ്പോയായിരുന്നു. ഇനി എൻ്റെ മുടി വെട്ടിച്ചതിൻ്റെ ഇച്ചാൻ്റെ റിയാക്ഷൻ കാണാം. ഹെയർ കട്ട് എങ്ങനെയുണ്ട്? എനിക്ക് വയ്യ ആണോ ഗൈസ്? ഇനി നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് തുടങ്ങാം അല്ലേ? ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെ പോകുന്നറിയോ? ദോശ ഗ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചായന അവിടെ പാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം. ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ദോശയൊക്കെ കിട്ടും.
പക്ഷേ എനിക്ക് ദോശ കഴിക്കാൻ ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഈ ചായനൊരു ഫ്രൈഡ് റൈസും. ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലിപ്സ്. സോ ഇറ്റ്സ് എ നൈസ് ലിപ്സ്റ്റിക്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.